നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് രചന രാമചന്ദ്രൻ. എടപ്പാറ ചുരത്തിൽ നിന്നും നിയന്ത്രണം വിട്ട KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു. സ്ത്രീകളും കുട്ടികളും അടക്കം 18 പേർക്ക് ദാരുണാന്ത്യം. ബസ് അപകടത്തിൽ മുഖ്യമന്ത്രി നാരായണൻ അനുശോചനം അറിയിച്ചു. നവീൻ സാറില്ലേ? സാർ അകത്തുണ്ട്. ഓക്കെ സാർ. സാർ ഞാൻ ഷൈജു സാർ പറഞ്ഞ ആളാ. ഇരിക്കും. ഓക്കെ. ഈ പേപ്പറിൽ കൺസേൺ ലെറ്റർ എഴുതിയിട്ട് തന്നേക്ക്. ஓகே சார், நான் எழுதும். ஒரு மினிட். ஹலோ, நான் தேச்சிக்காட்லேருந்து டிஎஃப்ஓ பேசுகிறேன். சொல்லுங்கள் மேடம். சார், உங்கள் நேம் என்னன்னு சொல்கிறீங்களா? நவீன். நவீன், ரவிபுரம் நார்த் சைடில் எலிஃபென்ட்ஸ்லாம் இருக்குன்னு கேள்விப்பட்டேன். நீ உடனே போய் அங்கே சிச்சுவேஷன் என்ன பார்த்து எனக்கு கால் பண்ணி இன்ஃபார்ம் பண்ணு. ஓகே மேம், பார்த்துட்டு சொல்கிறேன். ശരത്തേ, ശരത്തേ. എന്താ സാറേ? എടാ, രവിപുരം നോർത്തിലേ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന്. താൻ ആ ദിനേശിനെ വിളിച്ചിട്ട് എന്താ സിറ്റുവേഷൻ എന്ന് ചോദിച്ചു നോക്ക്. സാറേ, ഞാൻ വിളിച്ചന്വേഷിച്ചോളാം. സാധാരണ 5 മണി കഴിഞ്ഞാൽ ഞങ്ങളാരും കയറ്റി വിടാറില്ല. കുറച്ച് കുഴപ്പം പിടിച്ച ഏരിയയാണത്. ഇത് പിന്നെ ഷാജു സാറ് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ കയറ്റി വിടുകയാണ്. നിങ്ങൾ റിസ്ക് എടുക്കൊന്നും വേണ്ട. ഞാൻ എൻ്റെ സ്വന്തം ഉത്തരവാദിത്തത്തിലാണ് പോകണമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പോരെ? പിന്നെ 3-ാം മൈൽ കഴിഞ്ഞാൽ എയർപിന് കുറച്ച് ഇടുങ്ങിയതാ. അതിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരുപാട് ആക്സിഡൻറ്റ് നടന്ന സ്ഥലമാണ്. മര്യാദയ്ക്ക് പോയിട്ടില്ലെങ്കിലേ നിങ്ങൾ ഹണിമൂണൊക്കെ വെള്ളത്തിലാവും കേട്ടോ. കുഴപ്പമില്ല, ഞാൻ ശ്രദ്ധിച്ചോടിച്ചോളാം. ഇന്നുച്ചയ്ക്ക് പപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ബാങ്കിൽ ജോലീൻ്റെ കാര്യം എന്താ ചെയ്യണ്ടേ ചോദിച്ചിട്ട്. ഞാനെന്താ പറയണ്ടേ? എനിക്കൊരു നല്ല ജോലിയില്ലേ, പിന്നെ നീ കൂടെ പോകേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഫുൾ ടൈം വെറുതെ വീട്ടിലിരിക്കുമ്പോൾ എനിക്കും ബോറടിക്കൂലേ? എന്നാ പൊക്കോ. ഞാൻ എന്നാ പോകുന്നില്ല. നീ നിന്റെ പപ്പനോട് 2 ദിവസം വെയിറ്റ് ചെയ്യാൻ പറ. നമുക്ക് വീട്ടിൽ പോയിട്ട് തീരുമാനിക്കാം. നീ ഒന്ന് ചില്ലായേ. P1 mobile, P2 calling over. ഇവിടെ ചുരം റോഡിൽ വട്ടപ്പാറ വളവിൽ ഒരു കാറ് ആക്സിഡന്റ് ആയിട്ടുണ്ട്. അവര് കൊക്കയിലേക്ക് പോയി എന്നാണ് വിവരം. ഒരു പുരുഷനും സ്ത്രീയും കാറിലുണ്ടെന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? ഓവർ. ഹലോ സാറേ. നമസ്കാരം. വാർത്തകൾ വിശദമായി. എടപ്പാറ ചുരത്തിൽ വീണ്ടും അപകടം. നവദമ്പതികൾ സഞ്ചരിച്ച കാറാണ് വൈകിട്ട് 6:30 കൊക്കയിലേക്ക് മറിഞ്ഞത്. സംഭവ സ്ഥലത്ത് നിന്നും ഷമീർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷമീർ, എന്താണ് ശരിക്കും സംഭവിച്ചത്? എങ്ങനെയാണ് അപകടം ഉണ്ടായത്? ഐശ്വര്യ, അപകടം നടന്ന എടപ്പാറ ചുരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന വലിയ കൊക്കയിലേക്കാണ് കാർ മറിഞ്ഞത്. കാറിനുള്ളിൽ നവദമ്പതികൾ ഉണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പോലീസും ഫയർഫോഴ്സും അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പം നടക്കുന്നത് ഇവിടെ? ഇതിപ്പോൾ എത്രാമത്തെ ആക്സിഡൻറ്റാ? 5ാമത്തെ. നവീനെ, കാര്യങ്ങൾ നിങ്ങൾ ഇത്ര സിമ്പിളായിട്ട് കാണരുത്. ഇവിടുത്തെ സിറ്റുവേഷൻ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ടൈം കഴിഞ്ഞിട്ട് അവരെ കയറ്റി വിട്ടത്? അത് ഷൈജു സാർ പറഞ്ഞോ സാർ. എന്നിട്ട് അയാൾ എവിടെ? ഇത്രയും നേരമായിട്ട് വിളിച്ച് അന്വേഷിച്ചാ?
അയാൾക്കറിയാം ഇതിൽ തലയിട്ട് കഴിഞ്ഞാൽ അതിനുള്ള സമാധാനം പറയേണ്ടി വരും. സാറേ, അവരെ ബോഡി കിട്ടിയിട്ടുണ്ടേ. എന്നാ സിറ്റുവേഷൻ? അതിലൊരു പ്രശ്നമുണ്ട് സാർ. അവരുടെ വൈഫിൻ്റെ ബോഡി കിട്ടിയത് കാറിൻ്റെ ഡിക്കിന്നാണ്. ഡിക്കിന്നാ? അതെ സാർ. സാറൊന്ന് വന്നാൽ ഒന്ന് കാണായിരുന്നു. ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായല്ലോ. എടപ്പാറ ഫോറസ്റ്റ് ഓഫീസറുടെ അശ്രദ്ധയാണ് അപകടത്തിനിടയാക്കിയതെന്ന വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. യെസ്, ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്ത കൂടി പങ്കുവയ്ക്കുകയാണ്. അസമയത്ത് ആ വഴി പോകുന്ന വണ്ടികളെയും കാത്ത് ഇന്ന് ആ ചുരത്തിൽ എവിടേക്കോ ഉണ്ട്. അന്ന് കൊക്കയിലേക്ക് മറഞ്ഞ ബസ്സും അതിലെ യാത്രക്കാരും.